ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ നല്ല രുചികരമായിട്ടുള്ളൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. നല്ല ചൂട് ചോറിനൊപ്പം ചപ്പാത്തിനോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുന്നേ ഞാൻ ഈ ഇടുന്ന വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് കാണണം. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെയും കൂടെ ഒന്ന് കൂട്ടാക്കാൻ മറക്കരുതേ. ഇനി നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പരിപ്പ്, വറ്റൽമുളക്, കുഞ്ഞുള്ളി, ചെറിയ ജീരകം, പിന്നെ നമ്മുടെ ചുരയ്ക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെ പൊന്തൻകായ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കൂട്ടം ഞാൻ വെക്കാൻ മറന്നായിരുന്നു, നമ്മുടെ തേങ്ങ ചിരകിയത്, അതും കൂടെ എടുത്തോണേ. പിന്നെ നമ്മുടെ ഈ കായ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഒത്തിരി വലുതായിട്ട് അരിയല്ല, കുഞ്ഞതായിട്ട് വേണം അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു മീഡിയം കായാണ്. അത് മുഴുവനെ അരിഞ്ഞ് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ഇടണ്ട. എന്തൊരു പാടാണ് കുക്കർ അടയ്ക്കാനല്ലേ. നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ എനിക്ക് കുക്കർ അടയ്ക്കാൻ ഇപ്പോഴും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ? അപ്പം നമ്മുടെ കുക്കറൊക്കെ അടച്ച് നമുക്കിതൊന്ന് ഒരു 2 വിസിലടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. കോക്കനട്ട് ഓയിലോ, ഞാനിവിടെ മസ്റ്റേർഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് കടുക്, കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി, കറിവേപ്പില, ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കായ അരിഞ്ഞതും കൂടെ കൂട്ടത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. കാരണം ഇതൊരു 15 മിനിറ്റോളം നമുക്ക് വേകണം. ഇതിന് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഇതവിടെ ഇരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ ഈ മസാല നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടായിരുന്ന വറ്റൽമുളക്, ജീരകം, കുഞ്ഞുള്ളിയൊക്കെ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഒരിത്തിരി കായപ്പൊടി ചേർക്കാം. കൂട്ടത്തിൽ നമ്മുടെ ചിരകിയ തേങ്ങ ഇങ്ങനെ തന്നെ ചേർക്കണം. ഇത് അരയ്ക്കോ ഒന്നും ചെയ്യരുത്. തേങ്ങ ഇങ്ങനെ മുഴുവനെ ഇടുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക സ്വാദാണ്. ഇനി ഒരു താളിപ്പും കൂടെ തയ്യാറാക്കിയാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അതിന് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് ഏറെ വെളുത്തുള്ളിയും കൂടെ എടുത്തോളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതൊന്ന് താളിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ചൂട് ചോറിനോടൊപ്പം ചപ്പാത്തിനോടൊപ്പം ഇനിയിപ്പോൾ എങ്ങനെ കഴിക്കാനാണെങ്കിലും, കറി വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്